നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രുതി, ENT സ്പെഷ്യലിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോൺസിൽസിനെ പറ്റിയാണ്. പാലറ്റൈൻ ടോൺസിൽസ്. എന്താണ് പാലറ്റൈൻ ടോൺസിൽസ്? അതിനു മുന്നേ എന്താണ് വാൾഡേഴ്സ് ടോൺസിലർ റിംഗ് എന്ന് അറിയണം. നമ്മുടെ മൂക്കും വായയും ചുറ്റിപ്പറ്റി പ്രതിരോധ ഘടകം പോലെ ഒരു വലയമുണ്ട്. അതാണ് വാൾഡേഴ്സ് റിംഗ്. അതിലുള്ള ടോൺസിലുകളെ ഒന്ന് പരിചയപ്പെടാം. ഒന്ന്, പാലറ്റൈൻ ടോൺസിൽ. വായ്ക്ക് പിന്നിലെ ഓറോഫാരിങ്സിൽ ഇരുവശങ്ങളായി കാണുന്ന ടോൺസിലാണ് പാലറ്റൈൻ ടോൺസിൽ. രണ്ടാമതായി അഡിനോയിഡ്സ്. നേസോഫാരിങ്സിന്റെ മുകളിൽ കണ്ടായി വരുന്നതാണ് അഡിനോയിഡ്സ്. മൂന്നാമത് ലിംഗൽ ടോൺസിൽ. നാക്കിന്റെ പിന്നിൽ ഉള്ള ടോൺസിലുകളാണ് ലിംഗൽ ടോൺസിൽ. ഇനി നാലാമതായി ട്യൂബൽ ടോൺസിൽ. അതും നേസോഫാരിങ്സിൽ കാണുന്നതാണ്. എന്താണ് വാൾഡേഴ്സ് ടോൺസിലർ റിംഗിന്റെ പ്രധാന പ്രവർത്തനം? വായയും മൂക്കും വഴി വരുന്ന രോഗാണുക്കളെ പിടിച്ചു നിർത്തി അവർക്കെതിരായുള്ള പ്രതിരോധ ശക്തി ഉണ്ടാക്കുക, പ്രത്യേകിച്ചും കുട്ടികളിൽ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാലറ്റൈൻ ടോൺസിലുകളുടെ ഇൻഫെക്ഷൻസ് ആണ്, അഥവാ ടോൺസിലൈറ്റിസ്. എന്താണ് ടോൺസിലൈറ്റിസ് വന്നാൽ കുട്ടികളിലെ ലക്ഷണങ്ങൾ? പനി, തൊണ്ടവേദന, ആഹാരം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, സ്നോറിംഗ് അഥവാ കൂർക്കം വലിക്കുക, ആഹാരത്തിനോടുള്ള വിയോജിപ്പ്, വായിൽ നിന്നും ഉമിനീര് ഇറ്റിക്കുക, ഹാലിറ്റോസിസ് അഥവാ വായ്നാറ്റം. എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്? അമിതമായ തണുത്ത ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ കൊടുക്കാതിരിക്കുക. ഇനി അസുഖമുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാതിരിക്കുക, കൈകൾ ശുദ്ധമായി കഴുകുക, നല്ല ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോൾ ENT സ്പെഷ്യലിസ്റ്റിനെ കാണണം? ആവർത്തിച്ചുള്ള ടോൺസിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ, കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഉയർന്ന പനി, മരുന്ന് കഴിച്ചിട്ടും കുറയാത്ത ഉയർന്ന പനി ഉണ്ടെങ്കിൽ, കഴുത്തിൽ വലിയ വീക്കം ഉണ്ടെങ്കിൽ. ഇനി ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്നത് സിംറ്റമാറ്റിക് മാനേജ്മെന്റ് ചെയ്താൽ മതിയാകും. റെസ്റ്റ്, ആഡ്വക്കേറ്റ് ഫ്ലൂയിഡ്സ് ഇവയൊക്കെ ചെയ്യാം. ഇനി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ആന്റിബയോട്ടിക്സ് കൊടുക്കാം. സർജിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടോൺസിലെക്ടമി, ഇരുവശങ്ങളിലുള്ള ടോൺസിൽസ് റിമൂവ് ചെയ്യുന്ന സർജറി. ഇത് എപ്പോൾ ചെയ്യാം? അടിക്കടിയുള്ള ടോൺസിലാർ ഇൻഫെക്ഷന് റിമൂവ് ചെയ്യാം. പെരി ടോൺസിലാർ ആബ്സസ്, പഴുപ്പ് കെട്ടിക്കിടന്ന ടോൺസിന്റെ അടിഭാഗങ്ങളിൽ പഴുപ്പ് കെട്ടിക്കിടക്കുന്ന അതിനാണ് പെരി ടോൺസിലാർ ആബ്സസ് എന്ന് പറയുന്നത്. അത് മെഡിക്കലി ആന്റിബയോട്ടിക് മാനേജ് ചെയ്തതിന് ശേഷം 4-6 ആഴ്ചകൾക്ക് ശേഷം ടോൺസിലെക്ടമി ചെയ്യാം. ഇനിയും ഈ ടോൺസിൽ പല ഗ്രേഡുകളുണ്ട്. അതിലെ ഗ്രേഡ് 3-4 വലിയ ടോൺസിലുകൾ ആഹാരം ഇറക്കാനും പ്രത്യേകിച്ച് എയർവേ ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയും അതുമൂലം ശ്വാസതടസ്സം, സ്ലീപ്പ് ആപ്നിയ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ടോൺസിലെക്ടമി ചെയ്യാം. താങ്ക് യു.